ഇംഗ്ലീഷിൽ 12 ടെൻസ് ഉണ്ട്, എളുപ്പം പഠിച്ചെടുക്കാം നിങ്ങൾക്ക്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതിനകത്ത് തന്നെ 4 എണ്ണം വെച്ച് 12 എണ്ണം ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസ് ഉണ്ട്. ഡിസംബറിന്റെ തേങ്ങലും ജനുവരിയുടെ പുഞ്ചിരിയും പുതിയ വർഷത്തിന് സ്വാഗതം ഓതുമ്പോൾ പോയ ദിനങ്ങളുടെ ചിരിയും കണ്ണീരും പടരുന്നത് പ്രത്യാശയുടെ പുതിയ തുരുത്തിലേക്ക്. ഇവിടെ നമ്മുടെ സ്വപ്നങ്ങൾക്കും കണ്ണുനീരിനും മീതെ ഭൂമിയിൽ ഒരു ഒലിവുമരം തളിർത്തു വരട്ടെ. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി, പകുതി ഹൃത്തിനാൽ പൊറുക്കുമ്പോൾ നിങ്ങൾ പകുതി ഹൃത്തിനാൽ വെറുത്തുകൊള്ളുക എന്ന് കവി പാടിയതുപോലെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആർക്കും പുതിയൊരു ദിവസം പുതിയതാണ്, പുതിയൊരു വർഷം പുതിയതാണ്, പുതിയൊരു പ്രതീക്ഷ പുതിയതാണ്, പുതിയൊരു പൂവ് പുതിയതാണ്. സോ ഈ പുതുവർഷം നിങ്ങളുടേതാകട്ടെ. എല്ലാ പുതുവർഷവും ആരംഭിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് തീരുമാനങ്ങളും ഒക്കെ ആയിട്ടാണ്. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തീരുമാനങ്ങളും എല്ലാ സ്വപ്നങ്ങളും ഒന്നും ഒരിക്കലും നടക്കാറില്ല. എങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹം ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ഥിര വരുമാനമുള്ള ഒരു സർക്കാർ ജോലിയാണ്. നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഏറ്റവും നല്ല വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതെ, പോയ ദിനങ്ങളുടെ കണ്ണീരും ചിരിയും എന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, കാലുഷ്യത്തിന്റെ നാളുകളിൽ ഒരു എണ്ണത്തിരി നീട്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. സൗന്ദര്യ ചിന്തകളും തുയിലുണർത്തുപാട്ടുമായി വിരുന്നു വരാൻ കാത്തിരിക്കുന്ന ഒരു പുതുവർഷത്തിന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു പുതുവർഷം വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇയർ എൻഡ് ചലഞ്ച്, അതായത് നമ്മുടെ അവസാനത്തെ ക്ലാസ്, ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ഇയർ എൻഡ് ചലഞ്ച് ആണ്. ഇംഗ്ലീഷ് പ്ലസ് മലയാളം മോട്ടിവേഷൻ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. സോ തീർച്ചയായിട്ടും എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ചാണ് വരുന്നത്. എല്ലാവരുടെയും ക്ലാസ്, എല്ലാ ചലഞ്ചും കണ്ട് അവസാനം നമ്മളിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിനകത്ത് മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ്, ഈ ചലഞ്ച് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ 20 ചോദ്യമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ചോദ്യത്തിലൂടെ കുറച്ച് മോട്ടിവേഷനും, അതേപോലെ തന്നെ എങ്ങനെ ഓരോ സബ്ജക്റ്റും പഠിക്കണം, ഓരോ ടോപ്പിക്കും പഠിക്കണം, എങ്ങനെ ക്വസ്റ്റ്യനെ അഭിമുഖീകരിക്കണം, എങ്ങനെ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്ന കാര്യത്തിലൂടെ കടന്നുപോയാണ് നമ്മൾ ഈ ക്ലാസ് അവസാനിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അവസാനം വരെ കാണുക, വളരെ താല്പര്യത്തോടിരിക്കുക. അവസാനം നിങ്ങളുടെ ഒരു കമന്റും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഈ വർഷം എങ്ങനെയുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നോ, എന്താണ് വരാൻ പോകുന്ന വർഷത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നെഴുതുക. ഈ കമന്റിൽ നിങ്ങൾ തുറന്നെഴുതുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നെഴുതി നിങ്ങൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു. വളരെ പ്രതീക്ഷകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞത് എന്തു ആയിക്കോട്ടെ, കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ഇരിക്കാതെ ഒരു പുതിയ വർഷം, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക, മുന്നേറുക, ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇംഗ്ലീഷിന്റെ നിലവാരമുള്ള ചോദ്യങ്ങളിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ടോപ്പിക്കിന്റെ പേര് പ്രിപ്പോസിഷൻ എന്നാണ്. പ്രിപ്പോസിഷൻ. ഇവിടെ ഞാൻ ആദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഓൺ ദ വയലിൻ എന്നാണ് പറയുന്നത്. ഓൺ ദ വയലിൻ എന്നാണ് പറയുന്നത്. ഓൺ ദ വയലിൻ. എന്തുകൊണ്ട് ഓൺ ദ വയലിൻ? വയലിനിൽ വായിച്ചു എന്ന് പറയുമ്പോൾ, ഒരു ഈണം വയലിനിൽ വായിച്ചു എന്ന് പറയുമ്പം ഓൺ ആണ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇംഗ്ലീഷ് ടോപ്പിക്കിൽ ഏറ്റവും കട്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രിപ്പോസിഷൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. നമുക്ക് ഇതുപോലെ സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ, ഇപ്പോൾ ഓൺ ദ വയലിൻ എന്ന് പറയുന്നു, അതേപോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒരാൾ വയലിൽ വായിക്കുന്നു പറയുമ്പോൾ ഓൺ എന്നാണ് പറയുന്നത്, ഇന്നല്ല. ഓക്കെ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ ആദ്യം പഠിച്ചു തുടങ്ങാൻ പറ്റിയ ടോപ്പിക്കാണ്. ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഈഫ് ക്ലോസ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്,
റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അത് തന്നെയാണ് ആക്റ്റീവ് പാസീവ് വോയിസ്. വൊക്കാബുലറി ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഇപ്പം ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ വരുന്ന സമയത്ത് എയും ആനും ദായും നോ ആർട്ടിക്കിളുമാണ് സാധാരണ കൊടുക്കാറുള്ളത്. നോ ആർട്ടിക്കിൾ വേണ്ടാത്ത കേസുകൾ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ, ഞങ്ങൾ ആ തമാശ എൻജോയ് ചെയ്തു എന്ന് പറയുമ്പം എ ഫൺ അല്ല, ആൻ ഫൺ അല്ല, ദ ഫൺ ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പൊ എളുപ്പം പറയാം, ഈ ദ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ കേസുകളിലാണ്. വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് ഡാഷ് കിങ്, ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു എന്ന് എഴുതുമ്പം എ കിങ് എന്ന് എഴുതിയാൽ മതി. ഇനി ഡാഷ് കിങ് വാസ് പവർഫുൾ എന്ന് എഴുതുമ്പം ഡാഷ്, ആ കഥയുടെ തുടർച്ചയായി ഡാഷ് കിങ് വാസ് പവർഫുൾ. സിമ്പിൾ ആയിട്ട് തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ദായുടെ അർത്ഥം എന്തുവാണ്? ദ കിങ് എന്നാണ് എഴുതുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ആ രാജാവ്, ആ കഥയുടെ തുടക്കത്തിൽ മാത്രം എ കിങ്, ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു. പിന്നീട് എന്ത് വന്നാലും ദ കിങ് എന്നാണ് ഉപയോഗിക്കുന്നത്. ആ കഥയിൽ എവിടെ കിങ് വന്നാലും ദായാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മൈ ഫാദർ വാസ് അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ, മൈ ഫാദർ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. എന്താണ് വ്യത്യാസം? മൈ ഫാദർ വാസ് അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദറിനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിലാണ് കാര്യം. മൈ ഫാദർ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദറിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ദ ഹോസ്റ്റ്, ഒരു പ്രത്യേക തമാശയെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിനാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കണം. ആ ഫൺ ഞങ്ങൾ എൻജോയ് ചെയ്തു, അല്ലാതെ എ ഫൺ അല്ല. ഒരു തമാശയല്ല, ആ തമാശ പ്രത്യേകം പറയുന്നു. ദേ ഡാഷ് ഫോർ യു, ടെൻസ് ആണ്. ഇംഗ്ലീഷിൽ 12 ടെൻസ് ഉണ്ട്, എളുപ്പം പഠിച്ചെടുക്കാം നിങ്ങൾക്ക്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതിനകത്ത് തന്നെ 4 വെച്ച് 12 ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസ് ഉണ്ട്. ആ ടെൻസിന്റെ പേര് പഠിക്കണം, ഫോം പഠിക്കണം. എൻട്രി ആപ്പിലൊക്കെ ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ. അപ്പൊ അത് നിങ്ങൾ തുടക്കക്കാർ എന്തായാലും ടെൻസ് പഠിച്ചെടുക്കണം. പിന്നെ ഇതിന്റെ യൂസ് പഠിക്കണം. പിന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കുറെ മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഈ ചോദ്യം തന്നെ ദേ ഡാഷ് ഫോർ യു, ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ദേ പ്ലൂറൽ ആയതുകൊണ്ട് എസ് ഉള്ള വെർബ് ഉപയോഗിക്കത്തില്ല, വെയിറ്റേ വരുത്തുള്ളൂ. വെയിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കായിരുന്നു, അത് ശരിയാ. ഈസും വരുത്തില്ല, ദേ ആറിനെ വരുത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും വരുത്തില്ലെന്ന് ഉറപ്പിച്ചു. പിന്നുള്ളത് വെയിറ്റ് വരാം, ആർ വെയിറ്റിംഗും വരാം. ആൻസർ കീയിൽ കൊടുത്തിരുന്നത് ആർ വെയിറ്റിംഗ് ആണ്. എന്താണ്? ആർ വെയിറ്റിംഗ്. എന്നാൽ അവര് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ വെയിറ്റ് എഴുതിയാലും തെറ്റു പറയാൻ പറ്റത്തില്ല, കാരണം ആ ടെൻസിന് വേറൊരു അർത്ഥത്തിൽ വരുമെന്നേ ഉള്ളൂ. ദേ വെയിറ്റ് ഫോർ യു, ഒരു തെറ്റുമില്ല. ഐ റൈറ്റ് എ ലെറ്റർ എന്ന് പറയുന്ന പോലെ ദേ വെയിറ്റ് ഫോർ യു, ഒരു തെറ്റുമില്ല. 2 ആൻസറും ശരിയാണ്. കാരണം പ്രത്യേകം ടൈം മെൻഷൻ ചെയ്തിട്ട് നൗൺ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഇവിടെ നൗൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രമേ വരുത്തുള്ളൂ. ഇപ്പം നടക്കുന്ന കാര്യം ഇത് വരുത്തില്ല. മനസ്സിലായോ? അപ്പൊ ടൈം ഇല്ലാത്തിടത്തോളം കാലം ഇത് രണ്ടും വരാം. ആൻസർ നോക്കിയേ, എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേ നിങ്ങൾ. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു, ഇപ്പോൾ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ദേ വെയിറ്റ് ഫോർ യു എന്നതിന് പതിവായി കാത്തിരിക്കാറുണ്ട് എന്നൊരർത്ഥമേ ഉള്ളൂ. അവരെന്നും നിങ്ങളെ കാത്തിരിക്കും എന്നർത്ഥമുണ്ട്. അതും യോജിക്കുന്നതാണ്, തെറ്റ് പറയാൻ പറ്റത്തില്ല. ടൈം വേർഡ്സ് വെച്ച് അസാധാരണ ടെൻസ് കണ്ടുപിടിക്കും. നിങ്ങളത് ക്ലാസ് കണ്ടു ഞങ്ങൾക്ക് സൂപ്പറായിട്ട് മനസ്സിലാവും. സിനോണിം ഓഫ് എക്സെൻട്രിക്, ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന സാധനമാണ് സിനോണിമും ആന്റോണിമും. എക്സെൻട്രിക് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ്? അതിന്റെ അർത്ഥമാണ് എക്സെൻട്രിക്കിന്റെ അർത്ഥം അറിയണോ ആദ്യം. പെക്കുലിയാർ, സ്ട്രെയിഞ്ച്. എഫിഷ്യന്റ് ആയ അവൻ എഫിഷ്യന്റ് ആണെന്ന് പറയാറുണ്ട്. എറ്റേണൽ എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആയിട്ടുള്ള. പ്രൊഫിഷ്യന്റ്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഈ നോർമലിന്റെ ഓപ്പോസിറ്റ് എക്സെൻട്രിക് എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുന്ന വാക്കിന്റെ നിന്ന് മാറിയുള്ള പെരുമാറ്റത്തെയാണ് എക്സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ആൾ അവൻ എക്സെൻട്രിക് ആണെന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് മാഡ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇതിനകത്ത് കറക്റ്റ് വാക്ക് പെക്കുലിയർ, സ്ട്രേഞ്ച് എന്നർത്ഥം വരും, അപരിചിതമായ പെരുമാറ്റം. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ഹാപ്പി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഹാപ്പി നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വർബ് ആണോ, വെർബ് ആണോ? ഹാപ്പിയുടെ നൗൺ ഹാപ്പിനെസ്, അതാണ് നൗൺ. അഡ്ജക്റ്റീവ് ആണ് ഹാപ്പി, സന്തോഷവാനായ, ഉള്ള എന്ന അർത്ഥത്തിൽ. അതിന് ശേഷം ഒരു നൗണും കാണും. ബ്യൂട്ടിഫുൾ ഗേൾ, അതുപോലെ ഹാപ്പി ലൈഫ്. അപ്പൊ ഹാപ്പി അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നാമത്തെ വിശേഷിപ്പിക്കും. ഹാപ്പിനെസ് നൗൺ. ഹാപ്പിലി ആണ് ആഡ്വർബ്. വെർബായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല.
ഓക്കെ, ആൻസർ ഹാപ്പി. ഹാപ്പി അഡ്ജക്റ്റീവ് ആണ്. ഹാപ്പി ലൈഫ്, ബ്യൂട്ടിഫുൾ ഗേൾ, സ്ട്രോങ് മാൻ, ഇതെല്ലാം അഡ്ജക്റ്റീവ്. സ്ട്രോങ്, വീക്ക്, തിൻ, തിക്ക്, ഗ്രേറ്റ്, പവർഫുൾ, കെയർഫുൾ, ഇതെല്ലാം അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഹാപ്പി അഡ്ജക്റ്റീവാണ്. എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതിനാൽ നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന്റെ മലയാളമാണ് നാമവിശേഷണം. 6ാമത്തെ ചോദ്യം, ദ അന്റോണിം ഓഫ് എക്സ്ട്രാവഗന്റ്. എക്സ്ട്രാവഗന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. എക്സ്ട്രാവഗന്റ് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? എക്സ്ട്രാവഗന്റ് എന്ന് പറഞ്ഞാൽ ധൂർത്ത്, ധാരാളിത്തം. ധാരാളിത്തം അഥവാ ധൂർത്ത് എന്ന് പറയും. ധൂർത്ത്, ധൂർത്തടിക്കുക, ഒരുപാട് പണം ചെലവാക്കുക. റിയൽ അല്ല, ഹോസ്റ്റൈൽ അല്ല, എനിമിയും അല്ല. ഹോസ്റ്റിലിറ്റി, എനിമി എന്നൊക്കെ പറഞ്ഞ ഒരേ അർത്ഥം. ഫ്രൂഗല. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് ചെലവാക്കുന്നു. ഫ്രൂഗൽ പിശുക്കനായ, മിതവ്യയം കാണിക്കുന്ന എന്നാണ് അർത്ഥം. എക്സ്ട്രാവഗന്റിന്റെ ഓപ്പോസിറ്റ് ഫ്രൂഗൽ. ഫ്രൂഗൽ മിതവ്യയ ശീലമുള്ള, എക്സ്ട്രാവഗന്റ് ധാരാളി, ധൂർത്തൻ. പഠിച്ചു നോക്ക്. നെക്സ്റ്റ്, അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. അപ്പൊ ഈ ആന്റോണിമും സിനോണിമും ഒക്കെ വലിയ ഇപ്പൊ വൊക്കാബുലറി പാർട്ടിൽ തുടക്കക്കാർ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട എളുപ്പമുള്ളതൊക്കെ പഠിച്ചാൽ മതി. ആന്റോണിം സിനോണിം ഒത്തിരി ഉണ്ട്. കളക്റ്റീവ് നൗൺ ഒക്കെ പഠിക്കാം, ജെൻഡർ നൗൺ പഠിക്കാം. പിന്നെ നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസ് രസകരമായിട്ട് പഠിക്കാം. മലയാളം അർത്ഥം പഠിച്ചാൽ മതി. ഫ്രേസൽ വെർബ് ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ സിനോണിം, ആന്റോണിം, കൂടാതെ വൺ വേർഡ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് സെറ്റ് ആകുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതെന്ന് ഓർക്കുക. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. നമ്മുടെ ജവാന്മാര് ശത്രുക്കളുടെ മുമ്പിൽ കീഴടങ്ങാറില്ല. ഗിവ് ഇൻ ആണ്, കീഴടങ്ങുക. സറണ്ടർ, സറണ്ടർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗിവ് ഇൻ. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് എന്നാണ്. ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അത് തന്നെ ഡിസ്ട്രിബ്യൂട്ട്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അബാൻഡൻ എന്ന് പറയും. ഉപേക്ഷിക്കുക. അർത്ഥം അങ്ങ് പഠിച്ചോ. ഇപ്പോൾ 4 എണ്ണമെങ്കിൽ 4 എണ്ണം. ഗിവ് ഔട്ട് എന്ന് പറഞ്ഞാൽ അനൗൺസ് എന്നാണ്. അനൗൺസ് ചെയ്യുക, വിളംബരം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഗിവ് ഇൻ സറണ്ടർ, ഗിവ് എവേ ഡിസ്ട്രിബ്യൂട്ട്, ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, അബാൻഡൻ, ഗിവ് ഔട്ട് അനൗൺസ് എന്ന് പറയും. ഇവിടെ കിടപ്പുണ്ടല്ലോ. ഗിവ് ഇൻ, സറണ്ടർ എന്ന് പറയും. നെക്സ്റ്റ്, റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് ഏത് സെന്റൻസ് ആണ്? 4 പ്രധാനപ്പെട്ട സെന്റൻസ് ഉണ്ട്. അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി. അസർട്ടീവ് ആണെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഇമ്പരറ്റീവ് വെർബിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ. ഇത് എളുപ്പമാർഗം കണ്ടുപിടിക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസിനകത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് വരും. ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാം. എന്തുവാ ഇവിടെ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ഇന്ററോഗേറ്റീവിനകത്ത് ഇല്ല. ഇത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിരിക്കും. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ എന്താണ്? ഇമ്പരറ്റീവ്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് വെർബ. കം അറ്റ് വൺസ്, കം വെർബ. ഇത് വെർബല്ല. റൈസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാ. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി ഇല്ല. റൈസ് സബ്ജക്റ്റാ. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് അസർട്ടീവ് സെന്റൻസ്. എന്ത് വിളിക്കും? അസർട്ടീവ് സെന്റൻസ്. എളുപ്പത്തിൽ പഠിക്കുക സെന്റൻസ്. ഇംഗ്ലീഷിൽ മൊത്തം 10 സെന്റൻസ് ഉണ്ട്. അസർട്ടീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. 10 സെന്റൻസ് വരുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് 6 എണ്ണമായി. പിന്നെ സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട്. 10 പഠിച്ചെടുക്കണം. ഇന്റർചേഞ്ച് ചെയ്യാനും പഠിക്കണം. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. കണ്ടോ? സ്റ്റേറ്റ്മെന്റ്, ഇന്ററോഗേറ്റീവ്. ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ പറഞ്ഞ കാര്യം ഓർത്താൽ മതി. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ ഇന്ററോഗേറ്റീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് അഥവാ സ്റ്റേറ്റ്മെന്റ്. ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക്. എന്തുവാ ജെൻഡർ? തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. 3 ജെൻഡർ ഉണ്ട്. മസ്കുലിൻ ഉണ്ട്, ഫെമിനിൻ ഉണ്ട്, ന്യൂട്ടർ ഉണ്ട്. കോമൺ ഒന്നുമില്ല. കോമൺ നൗൺ വേറെയാണ്. മസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, പുരുഷ ശബ്ദം. അതായത് പുല്ലിംഗം എന്ന് പറയുമ്പോൾ ബോയ്, ഒരു മസ്കുലിൻ ജെൻഡറാണ്, ആൺവർഗത്തെ കാണിക്കും. ഫെമിനിൻ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം, എന്ത് കാണിക്കും? ഗേൾ എന്ന് കാണിക്കും. ന്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലാത്ത, ബുക്ക്, ഇത് രണ്ടും ആണെന്ന് പറയാത്ത, ബുക്ക്, ട്രീ, ഇങ്ങനെയൊക്കെ പറയുന്ന. ഇപ്പൊ കമ്പ്യൂട്ടർ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ മതി. പ്ലാന്റും അതിനകത്ത് വരുന്നുണ്ട്. പ്ലാന്റും ട്രീസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ജീവനുള്ളതും ഇല്ലാത്തതും വരുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ ആണാന്നോ പെണ്ണാന്നോ എന്ന് പറയാൻ പറ്റും? ഇല്ല. അതാണ് ന്യൂട്രൽ ജെൻഡർ. ഇനി പറ, പീകോക്ക് ആൺമയിലാണ്. അതിന്റെ പെണ്ണിനെ വിളിക്കുന്നത് പീ ഹെൻ എന്നാണ്. പീ ഹെന്ന. ഇത് മസ്കുലിനും ഇത് ഫെമിനിനും. നെക്സ്റ്റ് ആൻസർ മസ്കുലിൻ ആണ് പീകോക്ക്. പീ ഹെൻ ആണ് ഇതിന്റെ ഫെമിനിൻ ജെൻഡർ. വിച്ച് വേർഡ് ഈസ് കറക്റ്റ്? 10ാമത്തെ ക്വസ്റ്റ്യൻ. വെക്കേഷന്റെ സ്പെല്ലിംഗ് എന്തോന്നറിയോ?
വെക്കേഷൻ എന്താ നടക്കുന്നത് ഇതാണ് VACATION. ഒരുപാട് 2 C ഒന്നുമില്ല. VACATION പഠിക്കുക. വെക്കേഷന്റെ സ്പെല്ലിംഗ് ചോദിക്കും. സ്പെല്ലിംഗ് തുടക്കക്കാർ പഠിക്കുമ്പോൾ മുറിച്ച് പഠിക്കണം. താണ്ട് ഇത് കണ്ടോ, സൂപ്പറിൻറ്റൻഡിന്റെ സ്പെല്ലിംഗ് സൂപ്പർ ഇൻറ്റൻഡന്റ്. കണ്ട, ഇങ്ങനെ മുറിച്ച് പഠിക്കണം. കണ്ടോ, ബൂർഷ ബോ യുവർ ജിയോ ഈസ്. കണ്ട, ബൂർഷാസി എന്നുള്ള ബൂർഷ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പഠിക്കുന്നത് ഇങ്ങനെ, ബോ യുവർ ജിയോ ഈസ്. വാക്വം VAC 2 U ഉണ്ട്, പലരും തെറ്റിക്കുന്നതാണ്. വാക്വം. കണ്ട, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ആർക്കിയോളജിയും പീഡിയാട്രീഷ്യന്റെ കറക്റ്റ് സ്പെല്ലിംഗ് കമന്റ് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മുമ്പേ പറഞ്ഞ നിങ്ങളുടെ കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു, വരാൻ പോകുന്ന വർഷം എങ്ങനെയാണെന്നൊരു നല്ല ഒരു പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിയിടണം. എല്ലാവരും കാണട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളും ഇനി നമ്മളെ തീരുമാനങ്ങളും എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് എഴുതിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്ന നല്ലതായിരിക്കും. കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാവോ തുടക്കക്കാർക്ക്? എന്താണ്? ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുക, അവൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് അല്ലയോ എന്ന് ചോദിക്കുക, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അവൻ ഡോക്ടർ അല്ല എന്ന് പറഞ്ഞിട്ട് ആണോ? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വരുന്നത് അതാണ് സംഭവം. ഇപ്പൊ ഹി ഈസ് എ ടീച്ചർ, ഈസ് ഇൻഡ് ഹി ഈസ് നോട്ട് എ ടീച്ചർ, ഈസ്. ഇങ്ങനെ പറയുന്നതാണ് സാധാരണ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോം ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ഇവിടെ സഹായക്രിയ ഇല്ലാത്ത ടൈപ്പാണ്. സഹായക്രിയ ഇല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് റൈറ്റ്സ് ആണ് വരുന്നതെങ്കിൽ ഡസ് ഇട്ട് ചെയ്യണം. റൈറ്റ് ആണ് വരുന്നതെങ്കിൽ ഡു ഇട്ട് ചെയ്യണം. റോട്ട് ആണ് വരുന്നതെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് ഇട്ട് ചെയ്യണം. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. മെയിൻ വെർബ് സെഡാ, സെഡ് പാസ്റ്റാ, സേയുടെ പാസ്റ്റ്. അപ്പൊ ആൻസറിന് അത് ഡിഡ് വരും. നത്തിങ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണ്ട, ആൻസർ ഡിഡ് ഹി എന്ന് വരും. എങ്ങനെയാ കണ്ടുപിടിച്ചേ? സെന്റൻസിൽ സഹായക്രിയ ഇല്ലാത്തതുകൊണ്ട് സെഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് കിട്ടി. നത്തിങ് നെഗറ്റീവ് ആയതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഹി വന്നപ്പം ഡിഡ് ഹി. ഇത്രയുള്ള കാര്യം. നെക്സ്റ്റ്, നത്തിങ് ഉള്ളതിനാൽ സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ആൻസർ ഡിഡ് ഹി എന്ന് വരും. ഡിഡ് പ്ലസ് എ ആണ് സെഡ്. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇഫ് ക്ലോസ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇഫിന് ശേഷം V1 വന്നാൽ വില്ലും ഷാളും ക്യാനും. ആ ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ തൽക്കാലത്തേക്ക് തുടക്കക്കാർക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇഫിന് ശേഷം പ്രസന്റ് വന്നാൽ വിൽ ഷാൾ ക്യാൻ, രണ്ടെണ്ണം പറഞ്ഞുതരാം. മൂന്നാമത്തെ അവിടെ നിൽക്കട്ടെ. ഇഫിന് ശേഷം V2 വന്നാൽ ഇതിന്റെ എല്ലാം പാസ്റ്റ്, വുഡ് ഷുഡ് കുഡ് ഇങ്ങനെ വരും. ഇത് തൽക്കാലം രണ്ടെണ്ണം നിൽക്കട്ടെ. മൂന്നാമത്തെ എണ്ണം ഉണ്ട്, അത് പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല. തുടക്കക്കാർക്ക് ഇത്രയും മതി. ഇപ്പൊ ഇഫിന് ശേഷം V1 വന്നാൽ വില്ലും ഷാളും ക്യാനും ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇഫിന് ശേഷം V2 വന്നാൽ വുഡ് ഷുഡ്. ഇപ്പൊ ഇഫ് യു വർക്ക് ആണെങ്കിൽ യു വിൽ, ഇഫ് യു വർക്ക്ഡ് ആണെങ്കിൽ യു വുഡ്. അത്രയും തൽക്കാലം പഠിക്കും. ഇനി പറ, ലേൺ V1 അപ്പൊ അപ്പുറത്ത് വില്ലോ ഷാളോ ക്യാനോ വരും. പറ, കുഡ് വരത്തില്ല, ആൻസർ ക്യാൻ പാസ്. അങ്ങനെയാണ്. മൂന്നാമത് രണ്ടുണ്ട്, ഇപ്പൊ പറയുന്നില്ല. 3 കണ്ടീഷൻ പഠിച്ചെടുത്താൽ മതി. ഒരു മണിക്കൂർ ക്ലാസ് നിങ്ങൾ കണ്ടാൽ ഈ ക്ലോസിന്റെ ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് സെറ്റപ്പ് ആവും. ഇതാണ്ടേ ക്യാൻവാസ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ക്യാൻവാസ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ V1. സൺസ്ട്രോക്ക് എന്താണ്? സൺസ്ട്രോക്ക് കോമ്പൗണ്ട് വേർഡ്. അതായത് സംഭവം ഒന്നുമില്ല. പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ പ്രഫിക്സ്. ഇപ്പം ഡിസ്ഓർഡർ, ഇതാണ് പ്രഫിക്സ്. ഓർഡർ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഓപ്പോസിറ്റ് കിട്ടാൻ അതിന്റെ മുന്നിൽ ചേർക്കുന്ന അർത്ഥമില്ലാത്ത സ്പെല്ലിംഗ്. ഒറ്റ വാക്കേ ഇവിടെ ഉള്ളൂ, ഓർഡർ. ഡിസ് അർത്ഥമില്ലാത്തൊരു വാക്ക്. സഫിക്സ് എന്തുവാ? ശേഷം വരുന്നത്. ഹാപ്പിലി. ഇപ്പൊ ഹാപ്പി എന്ന് പറയുന്ന വാക്കിന്റെ ആഡ്വർബ് കിട്ടാൻ ചേർക്കുന്ന സാധനമാണ് LY സഫിക്സ്. ശേഷം ചേർക്കുന്ന അർത്ഥമില്ലാത്ത. ഈ 2 കേസിലും ഒറ്റ വേർഡേ ഉള്ളൂ, അതിനെ റൂട്ട് വേർഡ് എന്ന് വിളിക്കും. എന്നാൽ 2 റൂട്ട് വേർഡ് ചേർന്ന് പുതിയൊരു വാക്ക് ഉണ്ടാവുന്നവനെ കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കും. ഇതാ കിടക്കുന്നു സണ്ണും സ്ട്രോക്ക്, രണ്ടിനും അർത്ഥമുള്ള പദമാണ്. ഇതുപോലല്ല, പ്രഫിക്സ് മുന്നിൽ ചേർക്കുന്നു. അൺഹാപ്പി. എന്നാ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് സഫിക്സ് NESS, അർത്ഥമില്ല. എന്നാൽ സൺസ്ട്രോക്കിലെ 2 വേർഡിനും അർത്ഥം ഉണ്ടായതുകൊണ്ട് ഇത് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയും. വേറെ കോമ്പൗണ്ട് വേർഡ് പറ. ബെഡ്റൂം, ക്ലാസ് റൂം, ബാത്റൂം, ഡൈനിങ് ടേബിൾ, സ്വിമ്മിംഗ് പൂൾ, വാഷിംഗ് മെഷീൻ, ആർട്സ് കോളേജ്. കോമ്പൗണ്ട് വേർഡൊക്കെ ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിക്കും. പ്രഫിക്സ് സഫിക്സ് കോമ്പൗണ്ട് 3 കൊടുത്തിരിക്കുന്ന ഒറ്റ ക്ലാസ് കൊണ്ട് തുടക്കക്കാർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റും. ഈസിയാണ്. വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. ഒന്നിലധികം വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കായി ഫംഗ്ഷൻ ചെയ്യുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോർഡ്, ഇങ്ക് പോട്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ഒത്തിരി വാക്കുണ്ട്. പോസ്റ്റ്മാൻ എന്നൊക്കെ പറയും.
Choose the correct idiom to substitute the underlined word. He did the work irregularly. റെഗുലർ ആയിട്ടല്ലാതെ ചെയ്യുക. അപ്പൊ സ്ഥിരമായിട്ടല്ലാതെ ചെയ്യുന്ന ഇറഗുലർലി. ഇറഗുലർലി എന്ന് അർത്ഥം വരുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഏതാണെന്ന് ചോദിക്കും. ഇഡിയോമാറ്റിക് എക്സ്പ്രഷനൊക്കെ സുഖമായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ ഓഫ് വൺസ് ഐ, കണ്ണിലുണ്ണി, കണ്ണിലെ കൃഷ്ണമണി, ഡിയറസ്റ്റ് പേഴ്സൺ, അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്ത വരുന്ന സാധനം ഏതാ? വേറൊരു ഉദാഹരണം പറയാം, ഒലിവ് ബ്രാഞ്ച്. ഒലിവ് സമാധാനത്തെ കാണിക്കുന്നു, ഒലിവ് ബ്രാഞ്ച് സമാധാനം എന്നുള്ള അർത്ഥം. ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പേരി. അത് മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇപ്പൊ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം റൈറ്റിംഗ് എന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നതിനെയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്, എഴുതി കൊടുക്കുന്നത്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഇതാണ് ഇറഗുലർലി എന്ന അർത്ഥം. ഡീപ് വാട്ടർ എന്ന് പറഞ്ഞ അർത്ഥം അപകടം. ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, വളരെ അപകടത്തിലാകുക. കൊറിയയിലെ ഒരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു, ഡീപ് വാട്ടർ. ഒരു പെണ്ണും ചെറുക്കനോട് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒരു മുതലയോടൊപ്പം അകപ്പെട്ടു പോകുന്നു. അപ്പൊ ഇൻ ഡീപ് വാട്ടർ. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ ഒരാളെ എന്ത് ചെയ്യുക? ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ വെരി മച്ച് ലവ് വിത്ത് സമ്മൺ. ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാവുന്നതിനെയാണ് ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സമ്മൺ എന്ന് പറയുന്നത്. ആൻസർ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ആണ്. ആൻസർ എന്താണ്? ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്. ഇറഗുലർലി അർത്ഥം വരുന്നത് ബൈ ഫിറ്റ്സ്. എല്ലാം പഠിച്ചോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൈറ്റിംഗ്, ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ ലവ് വിത്ത് സമ്മൺ ഡീപ്ലി, ഡീപ് വാട്ടർ എന്ന് പറഞ്ഞാൽ അപകടത്തിലാകുക. ഇറഗുലർലി അർത്ഥം വരുന്നത് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്, ഇടവിട്ട്. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. പാസീവ് ഫോം ഒക്കെ തുടക്കക്കാർക്ക് നല്ല പ്രയാസമാണ്. എങ്കിലും ഒബ്ജക്റ്റ് ആദ്യം വരുന്നതാണ്. ടോയ്സ് ആദ്യം വരും. എല്ലായിടത്തും ടോയ്സ് ആദ്യം വരും. ഒബ്ജക്റ്റിനെ തിരിച്ച്. ഇപ്പൊ രാമ കിൽഡ് രാവണ, രാമൻ രാവണനെ കൊന്നു. തിരിച്ചെഴുതുക, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടതാണ്. ആദ്യം ഒബ്ജക്റ്റ് വരും. ഇപ്പൊ ഒബ്ജക്റ്റ് ആദ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രോക്ക് വെർബ് പാസ്റ്റ് V2 ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3. ഈ ഫോം ഒന്ന് പഠിച്ചു വെക്കുക. വാസ് ഓർ വെയർ പ്ലസ് V3 ഏതെങ്കിലും ഒരെണ്ണം എഴുതണം. ടോയ്സിന്റെ കൂടെ ഏത് വരും? ടോയ്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, വാസ് വരുത്തില്ല. പിന്നെ വരുന്നത് വേറ. അപ്പൊ ബ്രോക്കൺ, ബീയിങ് ബ്രോക്കൺ ഒന്നും വരുത്തില്ല. ബീയിങ് വരുന്നത് ING വരുമ്പോഴാണ് ബീയിങ് വരുന്നത്. അതുകൊണ്ട് ബ്രോക്കൺ. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ് എന്ന് പറയും. സോ നിങ്ങൾ ആക്റ്റീവ് പാസേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കുക. 5 ഫോം വെച്ചാണ് ഞാൻ ആക്റ്റീവ് പാസേഴ്സ് മൊത്തം പഠിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ദ ടോയ്സ് പറഞ്ഞല്ലോ, ടോയ്സ് വെയർ ബ്രോക്കൺ. ബ്രോക്കിന്റെ V3 ബ്രോക്കൺ ആണ്. നെക്സ്റ്റ്, ഐ ഡാഷ് ജസ്റ്റ് കം. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ കാര്യം. ജസ്റ്റ് ആൾറെഡി ടെൻസ് ആണ്. ഈ രണ്ട് വാക്കുകൾ ടൈം വേർഡ്സ് ആണ്. ഈ രണ്ട് വാക്കുകൾ ദാണ്ട ഈ ടെൻസിനെ കാണിക്കുന്നു. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അതായത് ടെൻസിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ കാര്യം. ഐ ഹാവ് ജസ്റ്റ് കം, ഞാൻ ഇപ്പൊ വന്നു. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ഡിപ്പാർട്ട്. ട്രെയിൻ ഇപ്പൊ അങ്ങോട്ട് പോയി. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ കാര്യമാണ്. ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ് ലാൻഡഡ്. പ്ലെയിൻ ദാണ്ട് ഇപ്പൊ അങ്ങോട്ട് ലാൻഡ് ചെയ്തു. ഇതിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ആൻസർ ഐയുടെ കൂടെ ഹാസ് അല്ല, ഹാവ് ആണ്. ഹാവ് ജസ്റ്റ് കം V3 ആണ്. ഇപ്പൊ കഴിഞ്ഞ കാര്യം ആൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, അതിനെ വിളിക്കുന്നതാണ് പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പ്രസന്റ് ആണ് ടെൻസ് എങ്കിലും കഴിഞ്ഞ കാര്യമാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്. തദ്ദേശവാസികൾ. ഒരു പ്രദേശത്തെ ആദ്യം തൊട്ടേ ഉള്ള അവിടുത്തെ നേറ്റീവ് വാസികളെ വിളിക്കുന്ന പേര് അബോറിജിൻസ് ആണ്. അബോറിജിൻ. അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രതി എന്നാണ് അർത്ഥം. കൂട്ടുപ്രതി അക്കംപ്ലൈസ്. അബോറിജിൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് എന്ന് പറയും. അബോറിജിൻസ് ആദിമവാസികൾ, ആ സ്ഥലത്തെ യഥാർത്ഥ നിവാസികൾ. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്സിനകത്ത് കാണുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കാറില്ല. ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും 2 ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു. മോഡൽ ഓക്സിലറി വെർബ് ഷുഡും മസ്റ്റും. ഏതൊക്കെയാ? ഷുഡും മസ്റ്റ്. ചുമതല, ഒബ്ലിഗേഷൻ, സ്ട്രിക്റ്റ് ഓർഡർ, ഇത് കാണിക്കുന്നു. അപ്പൊ എല്ലാ മോഡൽ ഓക്സിലറി വെർബിനും റൂൾ ഉണ്ട്. ഇതിന്റെ ആൻസർ പറയാമോ? ഷുഡ്, മസ്റ്റ്. അടക്കുന്നു മസ്റ്റ്, വേറെ ഒന്നും വരുത്തില്ല. ക്യാൻ എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? എബിലിറ്റി ടു ഡു സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? അത് കാണും. ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ കം വിത്ത് യു. എനിക്ക് വരാൻ കഴിയും കാണിക്കും. മേ റിക്വസ്റ്റ് കാണിക്കുന്നു. മേ ഐ കം ഇൻ. മേ സാധ്യതയെ കാണിക്കുന്നു. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാം. ഇത് രണ്ടുമാണ് മേയുടെ ഉപയോഗം. അപ്പോൾ ഓരോ മോഡൽ ഓക്സിലറി ക്യാൻ, ഗുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു. 13 എണ്ണം ഉണ്ട്. മൊത്തം 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതിൽ 13 മോഡൽ ഓക്സിലറി പ്രത്യേക ടോപ്പിക്കാണ്. അത് പഠിച്ചെടുത്ത 1 മാർക്ക് ഉറപ്പാണ്. ചോദിക്കും. ഇപ്പൊ LDC ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് നിലവാരമുള്ള. അപ്പൊ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഇതാണ്. പ്രീവിയസ് LDC ക്വസ്റ്റ്യൻ 2020.
ബാലു ആസ്ഡ് അക്ഷര വേർ ആർ യു ഗോയിങ്. റിപ്പോർട്ട് സ്പീച്ച് ആണ്, നല്ല കട്ടിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ എളുപ്പത്തിൽ പഠിക്കാം. ബാലു ആസ്ഡ് അക്ഷര, അപ്പൊ അതുപോലെ തന്നെ വരും, ചോദിച്ചു. അത് പിന്നെ സെഡ് ടു ആയിരുന്നു, ആസ്ഡ് ആക്കണമായിരുന്നു. അപ്പൊ അവിടെ തെറ്റില്ല. ക്വസ്റ്റ്യൻ വേർഡ് പുറത്തെടുത്ത് ഉപയോഗിക്കണം, എല്ലായിടത്തും ക്വസ്റ്റ്യൻ വേർഡ് പുറത്തെടുത്ത് ഉപയോഗിച്ചു. അവിടം വരെ എല്ലായിടത്തും ഒരുപോലെയാണ്. പിന്നെ വരുന്നത് വേർ കഴിഞ്ഞ് ആർ യു ഗോയിങ്ങിനെ തിരിച്ചിടണം, യു ആർ ഗോയിങ്, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. ചോദിച്ചത് അക്ഷരയോടാ, അപ്പൊ ഷീ തെറ്റി, ഇത് തെറ്റാ. ഷീ വേറെ തെറ്റാ, ഷീ വാസ് ഗോയിങ്. ഹാർഡ് വരുത്തില്ല. ആറിനെ പാസ്റ്റ് ആക്കുമ്പോൾ വേറെ, ഷീയുടെ കൂടെ വാസ്, പാസ്റ്റ് ആയാൽ മതി. ആറിന് വേറാണെങ്കിലും ഷീയുടെ കൂടെ വാസ്. ഒരു WH ക്വസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആസ്ക്ഡ് ആകും. ക്വസ്റ്റ്യൻ വേർഡ് പുറത്തെടുക്കുക, തിരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക. തിരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ്, ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ്. നമ്മൾ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. പുകവലി, പുകവലി എന്ന് പറയും. ഇപ്പൊ ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇത് രണ്ടും ആ സംഭവം, ബാക്കി രണ്ടെണ്ണം മൈൻഡ് ചെയ്യണ്ട. ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ ഹീ സ്മോക്കിംഗ്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹീ സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഈസ് മൈ ഹോബി, സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്, സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. ഹീ സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. ഇതാണ്ടേ സ്മോക്കിംഗ്. ഹീ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അവൻ പുക വലിക്കുന്നു, ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ പുകവലി, ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ അത് വെർബ്, അതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന എല്ലാ INGയും ഒന്നല്ല, നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന ING രണ്ടെണ്ണം. ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ, ആ ആക്ഷന്റെ പേരാണ് പറയുന്നതെങ്കിൽ, ആക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ജെറണ്ട്. ഇവിടെ നോക്ക്, ഹീ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അവൻ പുക വലിക്കുന്നു, ആക്ഷൻ നടക്കുന്നുണ്ട്, അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ പുകവലി, ആരും വലിക്കുന്നില്ല. ഓക്കെ, അപ്പം അത് ജെറണ്ട്. തിരിച്ചു നോക്ക്, ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. അവന്റെ ഒരേ ഒരു മോശ സ്വഭാവം പുകവലിയാണ്, ഒരിക്കലും അവൻ വലിക്കുന്നു എന്ന് പറയുന്നില്ല, അതുകൊണ്ട് അതും ജെറണ്ട്. ഇപ്പൊ മനസ്സിലായോ? ആൻസർ ജെറണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ് പിന്നെ ഹീ സ്വിമ്മിങ്, അവൻ നീന്തുന്നു, ആക്ഷൻ നടക്കുന്നുണ്ട്, അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. സ്വിമ്മിങ് ഈസ് മൈ ഹോബി എന്ന് പറയുമ്പോൾ നീന്തൽ പേരാണ്, അങ്ങനെ പറയുമ്പോൾ അത് ജെറണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഒരു 40 ചോദ്യങ്ങൾ ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളും നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി, ഓക്കെ ആയിട്ട് സെറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചലഞ്ച് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തുടക്കക്കാർക്ക് ഇംഗ്ലീഷിന് നല്ല കോൺഫിഡൻസ് കൊടുക്കുക, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കട്ടിയല്ല. എൻട്രി ആപ്പിലെ ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ ചോദിക്കൂ, ഈ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ, ഇംഗ്ലീഷിൽ ആപ്പിൽ യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവർ കമന്റ് ചെയ്യട്ടെ. അവരുടെ വാക്കുകൾ മാത്രം നിങ്ങൾ കേട്ടാൽ എൻ്റെ വാക്കുകൾ കേട്ടണം. വൊക്കാബുലറി പഠിക്കണം, ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തം പഠിക്കണം, വൊക്കാബുലറി മൊത്തം പഠിക്കണം സിലബസ് അനുസരിച്ച്. 2000 പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്യണം, ചോദ്യപേപ്പർ അല്ല, ചോദ്യങ്ങൾ ചെയ്യണം. 600ഓളം ടിപ്സ് പഠിക്കണം. അതുപോലെ തന്നെ SCRT വൊക്കാബുലറി പഠിക്കണം. അതുപോലെ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ്, മാറുന്ന രീതിക്ക് അനുസരിച്ചുള്ള പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിച്ചാൽ ഈ വരാൻ പോകുന്ന വർഷം നിങ്ങളുടേതായിരിക്കും എന്ന് പറയുന്നു. ഗവൺമെന്റ് ജോലി അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഓർക്കുക. കേരളത്തിൽ 3.25 കോടി ജനങ്ങളുണ്ട്, അതിൽ 64 ലക്ഷം പേർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 64 ലക്ഷം പേരിൽ 18 വയസ്സിന് താഴെയുള്ളവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും. അപ്പം എത്ര വലിയൊരു ശതമാനം, 63.25 കോടിയുടെ എത്ര വലിയൊരു ശതമാനമാണ് കേരളത്തിൽ സ്ഥിര വരുമാനക്കാരല്ലാത്തവരുണ്ടെന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പുറത്തോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഉള്ളവരെല്ലാം ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ വേണ്ട, പഠിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട്. കോമ്പറ്റീഷൻ വളരെ വലുതാണ്. ഈ മേഖലയിൽ വിജയിച്ചവരെക്കാൾ കൂടുതൽ പരാജയപ്പെട്ടവരുമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കൃത്യമായി ഇരുന്ന് പഠിക്കുന്നവർക്ക് ജോലി കിട്ടുന്നുണ്ട്. +2 പോലെ 2 വർഷമുള്ള ഒരു കോഴ്സ് അല്ല, ഡിഗ്രി പോലെ 3 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. ഇവിടെ ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത് നമ്മളാണ്. 10 മാസം പഠിച്ചു തുടങ്ങി 10ാമത്തെ മാസം ലിസ്റ്റ് വന്നവരുമുണ്ട്, ജോലി കിട്ടിയവരുമുണ്ട്. 10 വർഷം പഠിച്ചിട്ട് ഉപേക്ഷിച്ചവരും ഈ മേഖലയിൽ ഉണ്ടെന്ന് ഓർത്ത. വിജയിച്ചവരെക്കാൾ കൂടുതൽ പരാജയപ്പെട്ട ഒരു മേഖലയാണ് ഈ PSC. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ എൻട്രി ആപ്പിൽ തന്നെ നമ്മൾ 3.5 വർഷം കൊണ്ട് 1000കണക്കിന് പേർ സർവീസിൽ പ്രവേശിച്ചു. അപ്പൊ ജോലി കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കിട്ടുന്നത് ആർക്ക്? ഡിമാൻഡ്. നമ്മുടെ പ്രിയങ്കരനായ ഉദ്യോഗാർത്ഥി സനിത്ത്, കേരളത്തിലുടനീളം അയാളുടെ ഫ്ലെക്സ് ഉണ്ട്, ഒരുപാട് പേരുടെ ഫ്ലെക്സ് ഉണ്ട്, എൻട്രി ആപ്പിൽ കൂടെ പഠിച്ചു. സനിത്ത് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യം, എപ്പോഴും എന്നെ വിളിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. സനിത്ത് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ,
ഒരാൾക്ക് ആഹാരം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ജോലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ജോലി പെട്ടെന്ന് കിട്ടുന്നതെന്ന് പറയുന്നത്. സത്യമാണ് പറയുന്നത്. ആഹാരം ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? വൈകുന്നേരത്തിന് മുമ്പ് നമ്മൾ ആഹാരം കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ എന്തെങ്കിലും കഴിച്ചിരിക്കും. അതേപോലെ എപ്പം നിങ്ങൾക്ക് ജോലി ഡിമാൻഡ് ആയിട്ട് വരുന്നോ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സനിത്തിന്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. ഇതുപോലെ കിട്ടിയ ഒരുപാട് ആൾക്കാർ. അപ്പം വരുന്ന വർഷം നിങ്ങളുടെ വർഷമാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കാൻ സർവേശ്വരൻ നിങ്ങളെ തുണയ്ക്കട്ടെ. ഇപ്പൊ എൻട്രി പാതി സനിത്ത് പാതി എന്നൊക്കെ പറയുന്നത് പോലെ പകുതി ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നും കൂടെ ഓർക്കുക. ഒറ്റയ്ക്ക് പഠിക്കാം, എല്ലാവരും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പഠിച്ച് ജോലി കിട്ടിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ എൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളുടെ പകുതി ജോലി ചെയ്യാൻ പറ്റും, എളുപ്പമാക്കി തരാൻ പറ്റും, പെട്ടെന്ന് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളോടൊപ്പം ചേരുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയി ഈ വലിയൊരു സംരംഭം നിങ്ങളുടെ സന്തോഷം. ഇപ്പൊ എറണാകുളം രാജഗിരി കോളേജ് വെച്ചിൽ നടന്ന LDCയുടെ LGSന്റെ ഒക്കെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിൽ ഒരുപാട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷമായിട്ട് മാറിയ ഒരു വൈകാരിക മുഹൂർത്തത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചവർക്കേ അറിയൂ, അധ്യാപകർക്ക്, ഉദ്യോഗാർത്ഥികൾ, അവിടെ വന്നവർക്കേ അറിയൂ അത് എത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ ലക്ഷ്യവുമായിട്ട് മുന്നേറുക. നമുക്ക് അവിടെ വെച്ച് കാണണം. അപ്പൊ എല്ലാവരും ഇന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. നാളെ പുതുവർഷത്തിൽ വരാൻ പോകുന്ന ആ വർഷം നമ്മുടെ വർഷമായിരിക്കണം. എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറയുന്നത് പോലെ നമുക്കും ഒരു ദിവസം വേണം. ആ ദിവസം ഈ വർഷത്തിൽ തന്നെ വേണം എന്ന ആത്മവിശ്വാസത്തോടെ പഠിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ രാപകൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ഓർക്കുക. ഈ ചലഞ്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. കഴിഞ്ഞ വർഷം നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തായിരുന്നു, വരാൻ പോകുന്ന വർഷത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ തുറന്നെഴുതേ, അതെടുത്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ പേരിലെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. എല്ലാവരും കാണാൻ നിങ്ങൾ കമന്റ് ചെയ്യുമ്പം ആ കമന്റ് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ നമുക്ക് ആവേശം കൂടും. ഓക്കെ, അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരാൾ മദ്യപാനം നിർത്തണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഞാനിനി മദ്യപിക്കില്ല എന്ന് ഓപ്പണായിട്ട് ലോകത്തോട് വിളിച്ചു പറയണം. പറഞ്ഞാൽ അയാൾക്ക് പിന്നെ മദ്യപിക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ എവിടെ ചെന്നാലും ഈ ആൾക്കാർ അയാളുടെ വാക്കിന് വിലയുണ്ടോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. അതേപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഓപ്പണായിട്ട് വിളിച്ചു പറ. അപ്പൊ ആ വാക്ക് പാലിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഒരു നന്മയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും അതുപോലെ സമ്പൽ സമൃദ്ധിയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന മഹത്തായ വേളയുടെയും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. വിഷ് എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. പുതുവർഷ പിറവി എത്താറായി. ഈ 2024 നമുക്ക് കുറച്ച് പുത്തൻ അറിവുകളോടെ വരവേൽക്കാം. അതിനായി ഡിസംബർ 31 ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ കുറെ പുത്തൻ അറിവുകളും മോട്ടിവേഷനുകളുമായി ഞാൻ എത്തുന്നു. കൂടാതെ ആ ലൈവിനിടയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് എൻട്രിയുടെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും ഗംഭീര സമ്മാനങ്ങളുമുണ്ട്. പോയ വർഷത്തെക്കുറിച്ച് ആലോചിച്ചോ വിഷമിച്ചോ കാര്യമില്ല. ഇനി വരാൻ പോകുന്ന 2024 നിങ്ങളുടെ വർഷമാണ്. അതിനായി കൂട്ടായി എൻട്രിയും ഞാനുമുണ്ട്. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷ ഇങ്ങ് എത്തിയിരിക്കുകയാണ് അല്ലെ? പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മലയാളം ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊരു ഏകദേശ ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു മാതൃകാ ചോദ്യ പേപ്പറുമായിട്ട്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ചോദിക്കുമെന്നല്ല, നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാതൃകാ ചോദ്യ പേപ്പറിലേക്ക്. ആദ്യത്തെ ചോദ്യം നോക്കാം. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1. കണിയാനെ തെങ്ങിൽ കയറ്റുക, നിഷ്ഫലമായ സംസാരം. 2. കണ്ടക്ഷോഭം, കോപിക്കുക. 3. കാക്ക പിടിക്കുക, സേവ പറയുക. 4. പൊടിയിട്ട് വിളക്കുക, പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക. ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ നോക്കിക്കേ, കണിയാനെ തെങ്ങിൽ കയറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കണിയാൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യനാണ്. തെങ്ങിൽ കയറുന്നത് ആരാണ്? വേലന്മാരാണ്. അപ്പൊ പരിചയമില്ലാത്ത ഒരു പ്രവൃത്തി ഒരാളെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ശൈലിയാണ് ഏത്? കണിയാനെ തെങ്ങിൽ കയറ്റുക. അപ്പോ ഇത് തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. ശരിയായത് ഏതാ? പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക എന്നുള്ള അർത്ഥം വരുന്ന ശൈലിയാണ് ഏത്? കണിയാനെ തെങ്ങിൽ കയറ്റുക. അടുത്തത് കണ്ടക്ഷോഭം. കണ്ടക്ഷോഭം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നിഷ്ഫലമായ സംസാരമാണ് കേട്ടോ. നിഷ്ഫലമായ സംസാരമാണ് എന്ത്? കണ്ടക്ഷോഭം. അല്ലാതെ എന്തല്ല? കോപിക്കലല്ല.
പിന്നെ ക്ഷോഭിക്കുക എന്ന വാക്ക് കാണുമ്പോൾ അല്ലെ അവിടെ കോപിക്കുക എന്നൊരു അർത്ഥം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണെന്ന് ഓർത്തു വെക്കുക. കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാലോ സേവ പറയുക. അത് ശരിയാണ് കേട്ടോ. നമ്മുടെ ദാസനും വിജയനും തമ്മിലുള്ള സംസാരം നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതാണ് എന്ത് കാക്ക പിടിക്കൽ എന്ന് പറഞ്ഞാല്. പിന്നെയോ പൊടിയിട്ട് വിളക്കുക. പൊടിയിട്ട് വിളക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃത്രിമ ശോഭ വരുത്തുക അല്ലെ. ബ്രൂട്ടീഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പൊടിയിട്ട് വിളക്കുക എന്ന് പറയുന്നത്. കൃത്രിമ ശോഭ വരുത്തുക കേട്ടോ. അപ്പൊ കിട്ടിയല്ലോ. ഇതിൽ ആകെ കൂടെ ശരിയായിട്ടുള്ളത് ഏതു മാത്രമേ ഉള്ളൂ? കാക്ക പിടിക്കുക, സേവ പറയുക. മൂന്നാമത്തെ മാത്രമാണ് ശരിയായ ജോഡി. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന പദം ഏതാണ്? എന്താണ് മേയനാമം? നാമത്തെ തന്നെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, സർവനാമം, ക്രിയാനാമം. അതിൽ ആദ്യ വിഭാഗമായ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, സമൂഹനാമം, മേയനാമം എന്നിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നു. എന്താണ് മേയനാമം? എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതോ അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതോ ആയ വസ്തുവിനെയാണ് മേയനാമം എന്ന് പറയുന്നത്. എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഏതു വകുപ്പിൽപ്പെടുത്താം? മേയനാമത്തിൽപ്പെടുത്താം. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യൻ അല്ലെ, എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. രാമായണമാണെങ്കിലും അങ്ങനെയാണ്. വെളുപ്പ് അല്ലെ, അതൊരു നിറമാണ്. പിന്നെ ആകാശം, യെസ്, ആകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെ. എത്ര ആകാശമുണ്ട്? 1.5 കിലോ ആകാശമുണ്ട്, 2.5 ലിറ്റർ ആകാശമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല, അളക്കാൻ സാധിക്കില്ല. അതിനെയാണ് മേയനാമം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ആകാശമാണ് തന്നിരിക്കുന്നതിൽ മേയനാമത്തിന് ഉദാഹരണം. അപ്പൊ മനുഷ്യൻ എന്നുള്ളത് എന്തിൽ വരും? മനുഷ്യൻ എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ പേരാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്നുള്ളത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. മനുഷ്യൻ സാമാന്യനാമമാണ്. അടുത്തത് നോക്കിക്കേ, രാമായണം. രാമായണം എന്നുള്ളത് ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ഒന്നിന്റെ പേരാണ് രാമായണം. മഹാഭാരതത്തെയും അതുപോലെ രാമായണത്തെയും ചേർത്താണ് നമ്മൾ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം എന്ന നിലയ്ക്ക് രാമായണത്തെ എവിടെ പെടുത്താം? സംജ്ഞാനാമത്തിൽ പെടുത്താം. സംജ്ഞാനാമം, ഒന്നിന്റെ പേരായ ശബ്ദം സംജ്ഞാനാമം. വെളുപ്പ് എന്നുള്ളത് ഒരു വസ്തു വെളുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തു കറുത്തിരിക്കുന്നു, അതൊക്കെ എന്താണ്? ആ വസ്തുവിന്റെ ഗുണത്തിൽ പെടുന്നതാണ്. അപ്പോ വെളുപ്പ് എന്നുള്ളതിനെ നമുക്ക് എവിടെ പെടുത്താം? ഗുണനാമത്തിൽ പെടുത്താം. കിട്ടിയല്ലോ. അപ്പൊ ശരിയായ ഉത്തരം മാത്രമല്ല, ബാക്കി 3 ഓപ്ഷന്റെയും വിശദീകരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: അന്നനടയാൾ. ഇത് വിഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അന്നത്തിന്റെ നടനമുള്ളവൾ, അന്നത്തിന്റെ നാട്യമുള്ളവൾ, അന്നത്തിന്റെ നടയുള്ളവൾ ആരോ അവൾ, നടനം അന്നമാകുന്നവൾ. ഇതിൽ അന്നം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അന്നം എന്നാൽ ചോറ് എന്ന അർത്ഥമായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അന്നത്തിന് അരയന്നം എന്നൊരർത്ഥം കൂടിയുണ്ട്. അരയന്നത്തിന്റെ നടപ്പിനെ അനുസ്മരിപ്പിക്കുമാറ് നടക്കുന്നവൾ ആരാണ്? സുന്ദരിയാണ്. ആ അർത്ഥത്തിലാണ് അന്നനടയാൾ എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? അന്നത്തിന്റെ നടയുള്ളവൾ ആരോ അവൾ. ഓപ്ഷൻ സി ആണ് ശരിയായ വിഗ്രഹിക്കൽ. ഇത് ഏത് സമാസത്തിന് ഉദാഹരണമാണ്? മിക്കവാറും നമ്മുടെ പരീക്ഷയ്ക്ക് സമാസം കടന്നു വരില്ല, എന്നാലും ബൈ ചാൻസിന് എങ്ങാനും കടന്നു വന്നാൽ ഏതാണ്? അന്യപദാർത്ഥ പ്രധാനം അല്ലെ. അരയന്നത്തിനുമല്ല ഇവിടെ പ്രാധാന്യം, നടക്കുക എന്ന പ്രവർത്തിക്കുമല്ല പ്രാധാന്യം. പിന്നെയോ അരയന്നം നടക്കുന്നത് പോലെ നടക്കുന്നവൾ ആരോ അവൾ അല്ലെ. മൂന്നാമതൊരർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കാം. അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ശരിയായ പദം ഏത്? പ്രതിനിധാനം, 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 പ്രതിനിധാനം. ഇതിലേതാണ് ശരിയായ പദം എന്നാണ് ചോദ്യം. റെപ്രസെന്റേഷൻ അല്ലെ, ഇംഗ്ലീഷിലാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന മലയാളം വാക്ക്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് പ്രതിനിധാനം. ഇതാണ് ശരിയായ പ്രയോഗം.
പ്രതിനിധീകരിക്കുക എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ് കേട്ടോ. എന്തിനെങ്കിലും റെപ്രസെന്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടത് എന്താണ്? പ്രതിനിധാനം ചെയ്യുക എന്നാണ്. പ്രതിനിധീകരിക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ല എന്നറിഞ്ഞു വെക്കുക. വാക്യശുദ്ധിയിൽ ആവശ്യമായി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ചോദ്യം ഇതാണ്: ഒറ്റപ്പദം എഴുതുക. സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകനാണോ, പ്രേക്ഷിതനാണോ, പ്രേക്ഷകനാണോ, പ്രേഷിതനാണോ? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്. ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതിൽ നിന്ന് തുടങ്ങാം. പ്രേക്ഷകൻ അല്ലെ? പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാ? കാണുന്നവനാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ആരാണ്? പ്രേക്ഷകരാണ് അല്ലെ? നിങ്ങളൊക്കെ പ്രേക്ഷകരാണ്. നിങ്ങളൊക്കെ ആരെയാ കാണുന്നേ? എന്നെയാ കാണുന്നേ. കാണപ്പെടുന്നയാളെ എന്ത് വിളിക്കാം? പ്രേക്ഷിതൻ എന്ന് വിളിക്കാം കേട്ടോ. പ്രേക്ഷിതൻ. കാണുന്നവൻ പ്രേക്ഷകനാണെങ്കിൽ കാണപ്പെടുന്നവൻ ആരാണ്? പ്രേക്ഷിതനാണ് കേട്ടോ. പ്രേക്ഷിതൻ. അങ്ങനെയെങ്കിൽ പ്രേക്ഷകനും പ്രേക്ഷിതനും ഉണ്ട്. പ്രേക്ഷകൻ ആരാണ്? സന്ദേശം അയക്കുന്നവനെയാണ് എന്തു പറയുന്നത്? പ്രേക്ഷകൻ എന്ന് പറയുന്നത് കേട്ടോ. അയക്കുന്നവൻ ആരാണ്? പ്രേക്ഷകനാണ്. ആർക്കാണോ അയക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കത്ത് സ്വീകരിക്കുന്നത് അയാളെയാണ് എന്ത് വിളിക്കുന്നത്? സ്വീകർത്താവ് അല്ലെങ്കിൽ പ്രേക്ഷിതൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അയക്കുന്നവൻ പ്രേക്ഷകനാണെങ്കിൽ പ്രേക്ഷിതൻ ആരാണ്? അയക്കപ്പെടുന്നവനാണ് കേട്ടോ. അയക്കപ്പെടുന്നവനാണ്. കിട്ടിയല്ലോ. അപ്പോ ആ ചോദ്യം പൂർണ്ണമാകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: സ്ത്രീലിംഗ ശബ്ദം എഴുതുക. രക്ഷിതാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദമാണ് ചോദിച്ചിരിക്കുന്നത്. രക്ഷിതയാണോ, രക്ഷിത എന്നാണോ, രക്ഷിത്രിയാണോ, രക്ഷികയാണോ? ഏതാണ് രക്ഷിതാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം എന്നതാണ് ആറാമത്തെ ചോദ്യം. ഉത്തരം ഏതാ മക്കളെ? ഉത്തരം രക്ഷിത്രിയാണ് കേട്ടോ. രക്ഷിതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? രക്ഷിത്രിയാണ്. ഇതുപോലെ ഒരുപാട് നമുക്ക് പറയാമല്ലോ. ജനയിതാവ് അല്ലെ? അച്ഛന്റെ പര്യായമാണ് ജനയിതാവ്. ഇതിന്റെ സ്ത്രീലിംഗ പദമാണ് എന്ത്? ജനയിത്രി. ജനകൻ എന്ന വാക്കും അച്ഛന്റെ തന്നെ പര്യായമാണ്. അതിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? ജനനി എന്നാണ് കേട്ടോ. ജനനി എന്നാണ്. അതുപോലെ രക്ഷാകർത്താവാണെങ്കിലോ? രക്ഷകർത്താവ് എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. രക്ഷാകർത്താവ് കേട്ടോ. രക്ഷാകർത്താവ്. അതിന്റെ എതിർലിംഗ പദം എന്താണ്? രക്ഷാകർത്തൃ എന്നാണ്. രക്ഷാകർത്തൃ. രക്ഷിതാവ് രക്ഷാകർത്തൃ. അപ്പൊ കർത്താവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? കർത്തൃ എന്നാണ്. അങ്ങനെയെങ്കിൽ അഭിനേതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? അഭിനേതാവ്. അതിന്റെ എതിർലിംഗ പദം എന്താണ്? അഭിനേത്രി എന്നാണ്. അഭിനേതാവിന്റെ എതിർലിംഗ പദം അഭിനേത്രി. കിട്ടിയോ? ഇതൊക്കെ പല പരീക്ഷകളിലായി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിച്ചേ. രക്ഷിത എന്ന വാക്കിന്റെ എതിർലിംഗ പദം. രക്ഷിക എന്നുള്ളത് പുല്ലിംഗ പദമല്ല, സ്ത്രീലിംഗ പദമാണ് കേട്ടോ. രക്ഷകൻ എന്നുള്ളതാണ് പുല്ലിംഗ പദം. അതിന്റെ എതിർലിംഗ പദമാണ് എന്ത്? രക്ഷകയല്ല, രക്ഷിക. രക്ഷകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? രക്ഷികയാണ് കേട്ടോ. രക്ഷിത, രക്ഷിത ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ഐ ഡിഡ്ന്റ് സീ എനി റീസൺ ടു ഡിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെന്റ് എന്നാ തന്നിരിക്കുന്നത്. ഇതിന്റെ ഉചിതമായ തർജ്ജമ ഏത്? അയാളുടെ പ്രസ്താവന വിശ്വസിക്കാൻ ഞാൻ കാരണം കാണുന്നില്ല, അയാളുടെ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നില്ല, അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല, അയാളുടെ പ്രസ്താവനയിൽ വിശ്വസനീയമായ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിലേതാ ശരിയായ പരിഭാഷ? ഐ ഡിഡ്ന്റ് സീ ഞാൻ കാണുന്നില്ല, എനി റീസൺ കാരണമൊന്നും, ടു ഡിസ്ബിലീവ് വിശ്വസിക്കാതിരിക്കാൻ അല്ലെ? വിശ്വസിക്കുക ബിലീവ് ആണ്, ഡിസ്ബിലീവ് വിശ്വസിക്കാതിരിക്കുക. ഹിസ് സ്റ്റേറ്റ്മെന്റ് അവന്റെ പ്രസ്താവന അല്ലെങ്കിൽ അയാളുടെ പ്രസ്താവന. അപ്പൊ ചേർത്ത് നമുക്ക് എങ്ങനെ വായിക്കാം? അയാളുടെ പ്രസ്താവന
വിശ്വസിക്കാതിരിക്കാൻ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. ഏതാ മക്കളെ? ഓപ്ഷൻ സി ആണ് ശരിയായ പരിഭാഷ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതിന് സമാനമായ ആശയമുള്ള ചൊല്ല് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1, തവിട് തിന്നാലും തകൃതി വിടില്ല. 2, ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. 3, മിന്നുന്നതെല്ലാം പൊന്നല്ല. 4, വിത്തുഗുണം 10 ഗുണം. ഇതിലേതാ? അഴകുള്ള ചക്കയിൽ ചുളയില്ല അല്ലെ? പുറമേ നിന്ന് കാണുമ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കൾക്കൊന്നും അകമേ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏത്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഇതിന് സമാനമായി വരുന്നതാണ് എന്ത്? മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതുപോലെ എ ബുക്ക് കാൺ ബി ജഡ്ജ് ബൈ ഇറ്റ്സ് കവർ എന്നും പറയാറുണ്ട്. ഒരു പുസ്തകത്തെ അതിന്റെ പുറന്താള് കൊണ്ട് വിലയിരുത്താനാവില്ല അല്ലെ? പുറമേ നിന്ന് നോക്കുമ്പോൾ പുറന്താളിന് വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അതിന്റെ അകക്കാമ്പുണ്ടെങ്കിൽ ആ പുസ്തകം യഥാർത്ഥത്തിൽ മൂല്യവത്താണ്. അപ്പൊ ഒരു വ്യക്തിയുടെ കാര്യവും അതുപോലെ തന്നെ. പുറമേ നിന്ന് കാണുമ്പോൾ സാമാന്യമായി നിർവചിക്കപ്പെടുന്ന സൗന്ദര്യാംശങ്ങളൊന്നും ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അടുത്ത് പെരുമാറുമ്പോൾ ആ വ്യക്തി ഉള്ളുകൊണ്ട് സുന്ദരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആ സ്ഥിതിവിശേഷത്തെ എന്തു പറയാം? എ ബുക്ക് കാൺ ബി ജഡ്ജ് ബൈ ഇറ്റ്സ് കവർ, അല്ലെങ്കിൽ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയാം. കിട്ടിയല്ലോ. അപ്പൊ ബാക്കിയുള്ളത് നോക്കിക്കേ. തവിട് തിന്നാലും തകൃതി വിടില്ല. ഇതുപോലെ തന്നെ പറയുന്നതാണ്. കാടിയായാലും മൂടിക്കുടിക്കണം. കാടിയായാലും മൂടിക്കുടിക്കണം എന്ന് പറയാറുണ്ട്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ഇല്ലായ്മ അത് മറ്റുള്ളവരെ കാണിക്കരുത്. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് പറയുന്നതും തവിട് തിന്നാലും തകൃതി വിടില്ല എന്ന് പറയുന്നതും കാടിയായാലും മൂടിക്കുടിക്കണം എന്ന് പറയുന്നതും ഒരേ സെൻസിലാണ്. കിട്ടിയല്ലോ. അടുത്തത് നോക്കിക്കേ. വിത്തുഗുണം 10 ഗുണം. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പാരമ്പര്യ ഗുണം പുലർത്തിപ്പോരുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏത്? വിത്തുഗുണം 10 ഗുണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ഇതിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ബഷീറിന്റെ സൃഷ്ടിയാണ് ആര്? ഒറ്റക്കണ്ണൻ പോക്കര്. കാരണം തന്നിരിക്കുന്ന 4 കൃതികളും ആരുടെ തന്നെയാണ്? ബഷീറിന്റെ തന്നെയാണ്. ഇതിൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നതാണ് ചോദ്യം. ഒറ്റക്കണ്ണൻ പോക്കര് കഥാപാത്രമാകുന്ന കഥയാണ് ഏത്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ബാല്യകാല സഖിയിൽ ആരൊക്കെയാ കഥാപാത്രങ്ങളാകുന്നത്? സുഹറയും മജീദും അല്ലെ? സുഹറയും മജീദും കഥാപാത്രമാകുന്ന മലയാള നോവലാണ് ബാല്യകാല സഖി. പാത്തുമ്മയുടെ ആടിലോ? പാത്തുമ്മയുടെ ആടില് ബഷീർ തന്നെയാണ് കേന്ദ്ര കഥാപാത്രം. ബഷീർ, ബഷീറിന്റെ ഉമ്മ, അതുപോലെ ഹനീഫ, അബ്ദുൽ ഖാദർ, അബൂബക്കർ അല്ലെ എന്നിവരൊക്കെ കഥാപാത്രമാകുന്ന മലയാള നോവലാണ് പാത്തുമ്മയുടെ ആട്. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ആരൊക്കെയാ? കുഞ്ഞിപ്പാത്തുമ്മ അല്ലെ? കുഞ്ഞിപ്പാത്തുമ്മ, നിസാർ അഹമ്മദ്, പിന്നെ കുഞ്ഞി താച്ചുമ്മ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന മലയാള നോവലാണ് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. എല്ലാം ബഷീറിന്റെ തന്നെ സൃഷ്ടികളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ പുതൂരാണോ? ONV കുറുപ്പാണോ? തോപ്പിൽ ഭാസിയാണോ? ചെറുകാടാണോ? മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ്? അത് മറ്റാരുമല്ല, ചെറുകാടാണ്. ചെറുകാട് എന്നുള്ളതും തൂലികാനാമമാണ്. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി അല്ലെ? ചെറുകാട് സി ഗോവിന്ദ പിഷാരടി. നോവലിസ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനി, മലയാള അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ആര്? ചെറുകാട് സി ഗോവിന്ദ പിഷാരടി. ആദ്യകാലത്ത് അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു. കവിതകൾ എഴുതിയിരുന്ന സമയത്ത് സ്വീകരിച്ച തൂലികാ നാമമാണ് ഏത്? മലങ്കാടൻ എന്നുള്ളത്. ഓക്കെ. ഉണ്ണികൃഷ്ണൻ പുതൂര് അല്ലെ? ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ തൂലികാ നാമം എന്താണ്? പാക്കനാരാണ് കേട്ടോ. പാക്കനാർ എന്ന തൂലികാ നാമത്തിലാണ് ആദ്യകാലത്ത്
സാഹിത്യരചന നടത്തിയിരുന്നത്. പിന്നെയോ ONV കുറുപ്പ്, 2007 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ONV കുറുപ്പ് ആദ്യകാലത്ത് കൃതികൾ എഴുതിയിരുന്നത് ബാലമുരളി എന്ന തൂലികാനാമത്തിലാണ്. ബാലമുരളി. പിന്നെ ആരാണ്? തോപ്പിൽ ഭാസി. ശരിയായ പേരെന്താണ്? തോപ്പിൽ ഭാസ്കരൻ നായർ എന്നാണ്. തോപ്പിൽ ഭാസി എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? തടിനി, തളിമം, സൈകതം, തലിനം. ഇതിലേതാണ് നദിയുടെ പര്യായം എന്നാ ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നദിയുടെ പര്യായം ഏതാണ്? തടിനി. തടിനി എന്നുള്ളത് നദിയുടെ പര്യായമാണ്. തളിമം എന്ന് പറഞ്ഞാൽ എന്താ? തളിമം മെത്ത അല്ലെങ്കിൽ കട്ടിൽ എന്നർത്ഥം വരുന്ന വാക്കാണ് ഏത്? തളിമം എന്നുള്ളത് കേട്ടോ, തളിമം. അതുപോലെ സൈകതം. സൈകതം എന്ന് പറഞ്ഞാൽ എന്താ? മണൽത്തിട്ടയാണ് കേട്ടോ, മണൽത്തിട്ടയാണ് സൈകതം. പിന്നെ തലിനം. തളിമം എന്ന് പറഞ്ഞാലും തലിനം എന്ന് പറഞ്ഞാലും എന്തിന്റെ തന്നെ പര്യായ പദങ്ങളാണ്? കട്ടിലിന്റെ അല്ലെങ്കിൽ മെത്തയുടെ പര്യായ പദമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പിരിച്ചെഴുതുക. ഉണ്മ എന്ന വാക്ക് പിരിച്ചെഴുതുക. ഉൾ പ്ലസ് മായാണോ? ഉൺ പ്ലസ് മായാണോ? ഉ പ്ലസ് ഉണ്മയാണോ? ഉണ പ്ലസ് മായാണോ? എന്താണ് ഉണ്മ? എങ്ങനെ പിരിച്ചെഴുതാം? ഉണ്മ എന്ന വാക്കിന്റെ അർത്ഥം യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം, ഉള്ളിലുള്ളത് എന്നൊക്കെയാണ്. അപ്പൊ ഉണ്മ എന്ന വാക്ക് എങ്ങനെയായിരിക്കും പിരിച്ചെഴുതേണ്ടത്? ഉള്ളിലുള്ളതല്ലേ. അപ്പോ ഉൾ അധികം മായാണ് എന്താകുന്നത്? ഉണ്മയാകുന്നത്. അപ്പൊ ശരിയായ പദം പിരിവേത? ഓപ്ഷൻ എ ആണ് ശരിയായ പിരിവ്. അങ്ങനെയെങ്കിൽ വെണ്മ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? നോക്കണേ. വെണ്മ വെൾ പ്ലസ് മായാണ് കേട്ടോ. വെൾ പ്ലസ് മായാണ് എന്താകുന്നത്? വെണ്മയാകുന്നത്. നന്മ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? നൽ പ്ലസ് മ, അതാണ് എന്താകുന്നത്? നന്മയാകുന്നത്. അപ്പൊ തിന്മയോ? തിൽ പ്ലസ് മ. തിൽ പ്ലസ് മ, ഇതാണ് എന്താകുന്നത്? തിന്മയാകുന്നത്. കിട്ടിയല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? സമാന പദം ഏത്? ഇനൻ കാറ്റിന്റെ പര്യായമാണോ? അഗ്നിയുടെ പര്യായമാണോ? വെയിലിന്റെ പര്യായമാണോ? സൂര്യന്റെ പര്യായമാണോ? ഇനൻ എന്നുള്ളത് ആരുടെ പര്യായമാണ്? ഇനൻ എന്ന വാക്കിന് സൂര്യൻ എന്നും രാജാവ് എന്നും അർത്ഥമുണ്ട്. അപ്പോ ഇനൻ എന്നുള്ളത് ആരുടെ പര്യായമാണ്? തന്നിരിക്കുന്നതിൽ സൂര്യന്റെ പര്യായമാണ് ഇനൻ എന്നുള്ളത്. കാറ്റ് സമീരൻ അല്ലെ. അതുപോലെ അനിലൻ. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അതുപോലെ പവനൻ കാറ്റിന്റെ തന്നെ പര്യായ പദമാണ്. ഇനി അഗ്നിയുടെ പര്യായ പദത്തിലേക്ക് വരുമ്പോഴോ പാവകൻ അല്ലെ. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അതുപോലെ അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ ആരുടെ പര്യായമാണ്? അഗ്നിയുടെ പര്യായമാണ്. അനിലൻ കാറ്റാണെങ്കിൽ അനലൻ അഗ്നിയാണ്. വെയിലിന്റെ പര്യായ പദമായിട്ട് നമുക്ക് ആതപം പറയാം. ചൂട് പിടിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ആതപം എന്നുള്ളത് വെയിലിന്റെ പര്യായ പദമാണ്. ചോദ്യം പൂർണ്ണമാകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഇതിന്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്ത് ഗുണം 10 ഗുണം, വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. ഇതിലേതാണ് ശരിയായ പരിഭാഷ? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്, വിത്ത് ഗുണം 10 ഗുണം. അതിന്റെ പരിഭാഷയാണ് ഏത്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നുള്ളത് കേട്ടോ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. വിതച്ചത് കൊയ്യും, വിതച്ചാൽ കൊയ്യാം. ആസ് യു സോ അല്ലെ. ആസ് യു സോ, SAW അല്ല, SOW. ആസ് യു സോ, സോ ഷാൽ യു റീപ്പ്. സോ ഷാൽ യു റീപ്പ്. വിതച്ചാൽ കൊയ്യാം. പിന്നെ വിതച്ചത് കൊയ്യും എന്നൊന്നില്ല. ഗുണം വിത്തിൽ അറിയാം, ഉപേക്ഷിക്കാം. വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു, ഉപേക്ഷിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ, ഇത് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇ എന്നുള്ളത് ചുട്ടെഴുത്താണ്, അൾ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അപ്പൊ ഇത് ചേർത്തെഴുതിയാൽ എന്തായിരിക്കും കിട്ടുന്നത്?
ഇവൾ എന്നാണ് കേട്ടോ. ഈ പ്ലസ് അൾ ഇവളാണ്. അപ്പോ ആ പ്ലസ് അൾ എന്തായിരിക്കും? അവളാണ് കേട്ടോ. ആ പ്ലസ് അൾ അവൾ. അപ്പോ ആ പ്ലസ് അൻ എന്താണ്? അൻ എന്നുള്ളത് പുല്ലിംഗ പ്രത്യയമാണ്. ആ പ്ലസ് അൻ ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? അവൻ എന്ന് കിട്ടും കേട്ടോ. അവൻ. ഇനി ആ പ്ലസ് ത, അതാണ് എന്താകുന്നത്? അത് എന്നാകുന്നത്. ആ പ്ലസ് ദേഹം എന്താകും? അദ്ദേഹമാകും കേട്ടോ. ആ പ്ലസ് ദേഹം അദ്ദേഹമാണ്. പിന്നെ അയാൾ എന്ന വാക്ക്, ആ പ്ലസ് അൾ അവളാണെങ്കിൽ അയാൾ എന്ന വാക്ക് എങ്ങനെയായിരിക്കും പിരിച്ചെഴുതേണ്ടത്? ആ പ്ലസ് ആൾ അല്ലെ. ഒരു ദീർഘം വരുമ്പോ എന്തായി മാറും? അയാൾ അല്ലെ. ആ പ്ലസ് ആൾ അയാൾ. ആ പ്ലസ് അൾ എന്തായിരുന്നു? അവളായിരുന്നു കേട്ടോ. ഇത് ഈ പ്ലസ് ത ആണ്. ഇത് ഇയാൾ എന്നുള്ളതോ? ഈ പ്ലസ് ആൾ ആണെങ്കിൽ ഇയാൾ എന്നുള്ളതിന്റെ പദം പിരിക്കലാണ്. ഓക്കെ. അപ്പോ മലയാളത്തിലെ അല്ലെ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മലയാളത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.